സ്ത്രീകൾക്ക് ബസ് യാത്ര പൂർണ്ണമായി ഫ്രീ. കർണാടകയിലെ ശക്തി സ്കീമിന് പിന്നാലെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രിയദർശിനി എന്ന പേരിൽ KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നിരിക്കുകയാണ്. സാധാരണക്കാരെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ്, അതിലൊരു സംശയമില്ല. എന്നാൽ ഇതിന്റെ മറുവശത്തുള്ള സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഗവൺമെന്റിനെയോ സ്ത്രീകളെ കുറ്റം പറയാതെ കിലോമീറ്ററിൽ ഓടുന്ന ഈ പൊതുഗതാഗത സംവിധാനങ്ങൾ തകർന്നു പോയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആരും ഇന്നലെ ചിന്തിക്കുന്ന ചില കിടിലം ബിസിനസ് ഐഡിയകൾ കൂടിയുണ്ട്. അതെന്താണെന്ന് അറിയണോ? നമുക്ക് ഈ ഫ്രീ ബസ് സർവീസിന്റെ യഥാർത്ഥ കണക്കുകൾ വളരെ സിമ്പിൾ ആയി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്, ആ ഞെട്ടിക്കുന്ന കോടികളുടെ നഷ്ടം. കഴിഞ്ഞ 3 വർഷം കൊണ്ട് കർണാടകയിൽ സ്ത്രീകൾ നടത്തിയ 680 കോടിയിലധികം ഫ്രീ യാത്രകളാണ്. ഇതിലൂടെ അവിടുത്തെ ബസ് കോർപ്പറേഷനുകൾ സർക്കാർ തിരിച്ചു നൽകാനുള്ള തുക മാത്രം 4000 കോടി രൂപ കടന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പ്രിയദർശിനി സ്കീം വന്നതോടെ വർഷത്തിൽ ഏകദേശം 800 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വരാൻ പോകുന്നത്. നിലവിൽ തന്നെ വലിയ കടമുള്ള KSRTCക്ക് ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അടുത്ത 5 വർഷത്തേക്ക് ഇതേ രീതിയിൽ പോയാൽ ഇന്ധന വിലയും ശമ്പളവും കൂടുമ്പോൾ വണ്ടികൾ കട്ടപ്പുറത്താകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, അപ്പൊ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. ഈ സൗജന്യം നിർത്താതെ തന്നെ ബസ്സുകളെ ലാഭത്തിലാകാൻ പറ്റുന്ന 3 ഞെട്ടിക്കുന്ന ഐഡിയകൾ ഇതാണ്. ബസ് അടിത്തട്ടിലെ കൊറിയർ സാമ്രാജ്യം, അതായത് കാർഗോ നെറ്റ്വർക്ക്. നമ്മൾ കാണുന്ന ഓരോ ഓർഡിനറി ബസിന്റെ അടിയിൽ വലിയ ഡെഡ് സ്പേസ് ഉണ്ട്, അതായത് അൺയൂസ്ഡ് അണ്ടർ കാരേജ് ഉണ്ട്. KSRTC ഈ ആയിരക്കണക്കിന് ബസ്സുകളുടെ അടിയിലുള്ള സ്ഥലം ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കൊമേഴ്സ് കമ്പനികൾക്ക് ലോക്കൽ ഡെലിവറി കാർഗോ സ്പേസായി വാടകയ്ക്ക് നൽകുക. ഒരു ബസ് വെറുതെ ഓടില്ല. ടിക്കറ്റ് കാശിനേക്കാൾ വലിയ വരുമാനം ഈ കൊറിയർ വഴി ദിവസവും കിട്ടും. ഡിജിറ്റൽ ടിക്കറ്റ് പരസ്യങ്ങൾ, അതായത് ഡേറ്റ മോണിറ്റൈസേഷൻ. ദിവസവും ലക്ഷക്കണക്കിന് ഫ്രീ ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്യുന്നത്. ഈ ടിക്കറ്റുകളുടെ പുറകിൽ ചാനൽ ആപ്പുകളുടെ ലോക്കൽ കടകളുടെ പരസ്യങ്ങൾ വെക്കുക. നിങ്ങൾ ഏത് സ്റ്റാൻഡിൽ ഇറങ്ങുന്നോ ആ ഏരിയയിലെ കടകളുടെ ഓഫർ ടിക്കറ്റിൽ കാണിക്കുന്ന ടെക്നോളജി. പവർ ബാങ്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ. എല്ലാ ഓർഡിനറി ബസ്സുകളിലും ചെറിയ സ്പേസ് മൊബൈൽ ചാർജിംഗ് ഹബ്ബുകളോ വൈഫൈ സംവിധാനങ്ങളോ കൊണ്ടുവരിക. ഒരു ജനക്ഷേമ പദ്ധതി പരാജയപ്പെടാതിരിക്കണമെങ്കിൽ അത് വെറും സർക്കാർ ഫണ്ടിനെ മാത്രം ആശ്രയിക്കരുത്. പകരം അതിന് സ്വന്തമായി പണമുണ്ടാക്കാനുള്ള ബിസിനസ് ബുദ്ധി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അടുത്ത തവണ KSRTC ബസ് റോഡിൽ കാണുമ്പോൾ അത് വെറും ഒരു ഫ്രീ സർവീസ് അല്ല, കോർപ്പറേറ്റ് ബുദ്ധി ഉപയോഗിച്ചാൽ നാടിന് കോടികൾ നേടിത്തരാൻ തരുന്ന വലിയൊരു ബിസിനസ് എഞ്ചിൻ ആണെന്ന് സത്യം മനസ്സിലാക്കുക. സ്റ്റേ ലോജിക്കൽ. ബൈ.